കർഷക വൃത്തിയുടെയും കാർഷിക സംസ്കാരത്തിന്റെയും പ്രൗഢ പാരമ്പര്യം പേറുന്ന മലയോര മണ്ണിലാണ് ഇന്ന് ബലാബലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ PT തോമസിനെ 74,796 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ച ഇടുക്കി മണ്ഡലത്തിലെ വോട്ടർമാർ ഇക്കുറി എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് ബലാബലം അന്വേഷിക്കുന്നത്. ഇടുക്കി മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസാക്ഷിയെ സ്വാധീനിക്കുന്ന നിർണായക ഘടകങ്ങൾ എന്തൊക്കെയെന്ന് ബലാബലം അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം ഇടുക്കി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ബലാബലത്തിലേക്ക്. ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നു UDF-ന് വേണ്ടി DCC പ്രസിഡന്റ് ശ്രീ റോയ് കെ പൗലോസ്, ഒപ്പം LDF-ന് വേണ്ടി CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ KK ശിവരാമൻ നമ്മോടൊപ്പം ചേരുന്നു. ഒപ്പം BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP സംസ്ഥാന സമിതി അംഗം ശ്രീ സന്തോഷ് അറക്കലും നമ്മോടൊപ്പം ചേരുകയാണ്. ഒപ്പം ഇടുക്കി മണ്ഡലത്തിലെ ജനവിധി നിർണയിക്കുന്ന പ്രബുദ്ധരായ വോട്ടർമാരും ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നു. സന്തോഷ് അറക്കൽ, BJP ഈ മണ്ഡലത്തിൽ ഇടുക്കി മണ്ഡലത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ അജണ്ട എന്താണ്? എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യണമെന്ന് വോട്ടർമാരോട് BJP പറയുന്നു? ഭാരതം ഒരു മാറ്റത്തിനു വേണ്ടി കാതോർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരുടെ സംസാരത്തിൽ നിന്നും അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നയം വ്യക്തമാക്കുന്നയാളാണ് അതിൻ്റെ ഔദ്യോഗിക വക്താവ് എന്ന് പറയുന്നത്. ശ്രീ PC ചാക്കോ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവ് പരസ്യമായി തന്നെ സമ്മതിച്ചിരിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും ഭാരതത്തിൽ അധികാരത്തിലെത്തുവാൻ പോകുന്നത്, കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്ന കാര്യം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവ് തന്നെ പരസ്യമായി സമ്മതിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതിൻ്റെ ഫലം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. പരാജയ ഭീതി പൂണ്ട, പരാജയം ഉറപ്പിച്ച കോൺഗ്രസിൻ്റെ മുന്നണിയും അവരെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയുമാണ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി ഭാരതത്തിൽ അധികാരത്തിലിരിക്കുന്ന UPA സർക്കാരുകളെ ആദ്യ 5 വർഷം പരസ്യമായും പിന്നീടുള്ള 5 വർഷം രഹസ്യമായും താങ്ങി നിർത്തിയത് ഈ രാജ്യത്തെ ഇടതുപക്ഷങ്ങളാണ് എന്ന കാര്യത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്താലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്താലും കഴിഞ്ഞ 10 വർഷമായി ഭാരതത്തിൽ അധികാരത്തിലിരുന്ന ജനദ്രോഹ സർക്കാരിനെ വീണ്ടും അവരോധിക്കേണ്ട സാഹചര്യമുണ്ടാകുമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് മാറ്റം പ്രതീക്ഷിക്കുന്ന ഇടുക്കിയിലെ ജനങ്ങൾ ഈ 2 മുന്നണികളെയും തഴഞ്ഞുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. അതേപോലെ തന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെയും ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെയും കാര്യത്തിൽ ഈ 2 മുന്നണികളും അനുവർത്തിച്ചു വരുന്നത് ജനവഞ്ചനയാണ് എന്ന് ഇടുക്കിയിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ ഇടുക്കി ജില്ലയിലെ കർഷകരുടെ ആകുലതകളും ആവലാതികളും പരിഹരിച്ചുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി ആ നയത്തിൽ ഉറച്ചു നിൽക്കുന്നു. നമുക്കറിയാം, ഈ കമ്മിറ്റി റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാഹചര്യങ്ങളിൽ ഈ കമ്മിറ്റി റിപ്പോർട്ടുകളെ ജനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനാവശ്യമായ യാതൊരുവിധ നടപടികളും ഈ ഇടതു വലതു മുന്നണികൾ സ്വീകരിച്ചില്ല. അവരപ്പാടെ സ്വീകരിച്ചത് ഈ കമ്മിറ്റി റിപ്പോർട്ടുകളെ പൂർണ്ണമായും തള്ളിക്കളയുവാനാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, കർണാടകയിലെ BJP സർക്കാർ, ഗുജറാത്തിലെ BJP സർക്കാർ എല്ലാം തന്നെ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്നപ്പോൾ ഗുജറാത്തിലെ സൂററ്റും കർണാടകയിലെ ഗൂർഗും അടക്കമുള്ള പ്രദേശങ്ങളെ ഒഴിവാക്കിയെടുക്കുവാൻ ആ സർക്കാരുകൾക്ക് സാധിച്ചെങ്കിൽ ഈ 2 മുന്നണികളും കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചതുകൊണ്ടാണ് അതേ രീതിയിൽ ആ റിപ്പോർട്ട് ഇവിടെ നടപ്പിലാക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതും ഇടുക്കിയിലെ ജനങ്ങൾ തിരിച്ചറിയും. അതും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി മാറുമെന്നാണ് പറയുവാനുള്ളത്. കസ്തൂരി രംഗൻ അല്ല, ഗാഡ്ഗിലാണ് നടപ്പാക്കേണ്ടത് എന്ന് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് BJP എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? പ്രത്യേകിച്ചും കസ്തൂരി രംഗൻ കമ്മിറ്റി ഉണ്ടായത് തന്നെ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വളരെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ്. അത് കർഷക വിരുദ്ധമാണ് എന്ന ആക്ഷേപം വലിയ തോതിൽ ഉയർന്നപ്പോഴാണ് കേന്ദ്രത്തിന് കസ്തൂരി രംഗനെ നിർദ്ദേശിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ കസ്തൂരി രംഗൻ കമ്മീഷൻ നിയോഗിക്കേണ്ടി വന്നത്. ഇവിടെ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിനേക്കാൾ കർഷക സൗഹൃദം എന്ന് വിലയിരുത്തപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ കർഷക വിരുദ്ധമായി ഒന്നുമില്ല എന്ന് വളരെ കൃത്യമായി പല വിദഗ്ധരും വിശകലനം ചെയ്തിട്ടുള്ള കസ്തൂരി രംഗൻ അല്ല, ഗാഡ്ഗിലാണ് എന്ന് BJP പറയുമ്പോൾ അത് വളരെ ലളിതമായി ഈ കർഷകർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് വിശദീകരിക്കാമോ? ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും
കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടും മനസ്സിലാക്കാത്ത ആളുകളാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വ്യക്തമായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അത് നടപ്പിലാക്കുന്നതിന്. അതിന് ജനാധിപത്യ സംവിധാനത്തിൽ അധിഷ്ഠിതമായി മാത്രമേ ആ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വച്ചപ്പോൾ അതിൽ വ്യക്തമായും പറയുന്നു, പ്രാദേശിക ഗ്രാമസഭകൾക്ക് ഈ ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്ത് അതാത് പ്രദേശത്തെ ആളുകളുടെ സൗകര്യത്തിനനുസരിച്ച് ഈ കാര്യങ്ങൾ നടപ്പിലാക്കാനും നടപ്പിലാക്കാതിരിക്കുവാനുമുള്ള നിലപാടുകൾ സ്വീകരിക്കാമെന്ന ജനാധിപത്യം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനുണ്ടെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ഒറ്റ ഓർഡറിലൂടെ അത് ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന സത്യം നാം വിസ്മരിച്ചുകൂടാ. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട റോയ് കെ പോലീസ് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ആ കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. കേരളം മാത്രമല്ല, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വന്നതിന് ശേഷം ആ കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുക്കാത്ത ഏക സംസ്ഥാനം അത് കേരളമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയണം. കാരണം കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് മറ്റ് 4 സംസ്ഥാനങ്ങളിലും ജനവിരുദ്ധ അല്ലെങ്കിൽ ജനപ്രക്ഷോഭങ്ങൾ ഉണ്ടാകാതിരുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് പഠിക്കുവാനും അതിൻ്റെ പ്രാദേശിക ങ്ങൾക്ക് നൽകുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ റിപ്പോർട്ടിൽ അത്തരം പ്രദേശങ്ങളെ ഒഴിവാക്കിയത് കൊണ്ടുമാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം അവിടെ ഉയർന്നു വരാതിരുന്നത്. കേരളം അത് ചെയ്തില്ല എന്നുള്ളതാണ് കേരളം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ നമ്മളുടെ പ്രകൃതിയും സംരക്ഷിക്കപ്പെടണം. അത് ജനങ്ങളെ ആട്ടി ഓടിച്ചുകൊണ്ടല്ല, ജീവിതത്തിലൂടെ തന്നെ. താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് ഒരു നിമിഷം ഇടപെടേണ്ടി വരികയാണ്. അതായത് ഗ്രാമസഭകൾ കൂടി ഗ്രാമസഭകൾക്ക് തീരുമാനമെടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ചെയ്യാതിരിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഗ്രാമസഭകളുടെ തീരുമാനം എന്ന് പറയുന്നത് ആരുടെ തീരുമാനമായിരിക്കും? അതൊരു പ്രായോഗികമായ രീതിയാണോ? അതൊരു അരാജകത്വത്തിലേക്കല്ലേ പോവുക? ഗ്രാമസഭകൾ കൂടി എന്ത് തീരുമാനമെടുക്കാം, വേണമെങ്കിൽ നടപ്പാക്കാം, അല്ലെങ്കിൽ നടപ്പാക്കേണ്ട എന്നൊക്കെ പറയുന്നത് ഇവിടെ ആരുടെ തീരുമാനമാണ് നടപ്പാക്കപ്പെടുക എന്നാണ് താങ്കൾ കരുതുന്നത്? അത് ജനങ്ങളുടെ തീരുമാനമാണ് നടപ്പിലാക്കപ്പെടുന്നത്. സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റികളുടെയോ ഉദ്യോഗസ്ഥന്റെയോ നിലപാടുകളല്ല, ജനങ്ങളുടെ തീരുമാനമാണ് നടപ്പിലാക്കപ്പെടുന്നത്. ജനങ്ങളുടെ തീരുമാനം ഗ്രാമസഭകളെയാണ്. ഏത് കാര്യത്തിനും വ്യത്യസ്ത അഭിപ്രായം നമ്മുടെ നാട്ടിൽ സ്വാഭാവികമാണെന്ന് താങ്കൾക്കറിയാം. ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അത് ആപേക്ഷികമാണ്. ആ ഒരു ആപേക്ഷികത എത്രത്തോളം പ്രായോഗികമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത്തരം സംഭവങ്ങളിൽ ആ ഗ്രാമസഭകളിലെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ തീരുമാനം അത് പ്രസന്നമാണ്. അപ്പൊ ജനങ്ങൾ ഭൂരിപക്ഷവും നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ അത് അരാജകത്വമല്ല, അത് നടപ്പിലാക്കുക വ്യക്തമാണ്. ബിജെപിയുടെ നിലപാട് വ്യക്തമാണ്. ഇടുക്കി മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ടാണ് ഇടുക്കി മണ്ഡലത്തിലെ വോട്ടർമാർ ജനവിധി രേഖപ്പെടുത്തുക. എതിർനിരയിൽ ഒരു അധികാര വടംവലി നടക്കുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാര്യങ്ങൾ വ്യക്തവുമാണ്. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിനേക്കാൾ ശിവരാജ് സിംഗ് ചൗഹാന്റെ മധ്യപ്രദേശാണ് എനിക്ക് കൂടുതൽ സുരക്ഷിതം, മത്സരിക്കാൻ എനിക്ക് കൂടുതൽ സുരക്ഷിതമായി തോന്നുന്നത് എന്ന് ബിജെപിയുടെ അനിഷേധ്യ നേതാവ് LK അദ്വാനി പരസ്യമായി പറയുന്നതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അത്തരം ഒരു രാഷ്ട്രീയ വടംവലി നേതൃനിരയിൽ നടക്കുന്നുണ്ടെങ്കിൽ ബിജെപി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കും എന്ന സ്വപ്നം, ബിജെപി കാണുന്ന ആ സ്വപ്നം, അതിന് ആ ഒരു വടംവലി വെല്ലുവിളിയാണ് എന്ന് കരുതുന്നുണ്ടോ? ബഹുമാന്യനായ ലാൽകൃഷ്ണ അദ്വാനി അങ്ങനെ ഒരു ആവശ്യമോ ആരോപണമോ ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങൾ ഈ രാജ്യത്തെ മാധ്യമങ്ങളും കോൺഗ്രസും ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ഇടതുപക്ഷങ്ങളായാലും കോൺഗ്രസ് ആയാലും അവർക്കെല്ലാം വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് താങ്കൾ പറയുന്നത്. കേരളത്തിലെ എല്ലാ പത്രങ്ങളും ദേശീയ മാധ്യമങ്ങളും ചാനലുകളും എല്ലാം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് വായിച്ച ചില പത്രക്കാരാണ് പറഞ്ഞത്, അതല്ലാതെ അദ്ദേഹമല്ല. അത്തരം കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നതിന് പിന്നിൽ മാധ്യമങ്ങൾക്കെല്ലാം വ്യക്തമായ ബന്ധമുണ്ട്. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം കഴിഞ്ഞ 10 വർഷക്കാലമായി ഭാരതത്തിൽ അധികാരത്തിലിരിക്കുന്ന UPA-യുടെ സർക്കാരിനെ തൂത്തെറിയുവാൻ ഭാരതത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആദ്യത്തെ 5 വർഷക്കാലം ഈ ഇടതുപക്ഷങ്ങളാണ് അവരെ താങ്ങി നിർത്തിയത്. പിന്നീട് ഇടതുപക്ഷങ്ങൾ ഒളിഞ്ഞു സഹായിച്ചു. അപ്പോൾ ആ 10 വർഷക്കാലം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ കഷ്ടകാലമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു, ആദ്യത്തെ UPA സർക്കാരിന്റെ കാലത്ത് കുറച്ചധികം അഴിമതികൾ നടന്നിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്നു. രണ്ടാമത് ഈ പ്രധാനമന്ത്രി തന്നെ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ പറയുന്നു,
കൽക്കരി ഇടപാടിൽ തന്റെ ഓഫീസിന് തെറ്റുപറ്റി എന്ന് AG മുഖാന്തരം പറയുന്നു. അങ്ങനെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ ഈ UPA സർക്കാരുകൾക്കെതിരെയുള്ള ജനദ്രോഹ നയങ്ങൾ ജനങ്ങളിൽ എത്താതിരിക്കുവാനാണ് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വോട്ടറുടെ ചോദ്യത്തിലേക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, മതനിരപേക്ഷത എന്നാൽ എന്താണെന്ന് നിങ്ങൾ 3 പേരും മറുപടി പറയണം. ഒരു വശത്ത് BJP ആണെങ്കിൽ RSS എന്ന വർഗീയ സംഘടനകളുമായി കൂട്ടുകൂടി ഭരണം നടത്തുന്നു. മറ്റൊരു വശത്ത് കോൺഗ്രസ് എന്ന സംഘടനയാണെങ്കിൽ അത് മുസ്ലിം ലീഗ്, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും മുസ്ലിം ലീഗ്. എന്നിട്ട് ആ മുസ്ലിം ലീഗ് പറയുന്നു ഞങ്ങളുടെ പാർട്ടി മതനിരപേക്ഷിത പാർട്ടിയാണ്. അപ്പം എങ്ങനെ യോജിക്കാൻ കഴിയും? ഇന്ത്യ എന്ന് പറയുന്നത് മതനിരപേക്ഷിത രാജ്യമാണ്. അപ്പോൾ മതനിരപേക്ഷിതം നടപ്പിലാക്കേണ്ട കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും പകരം മതവർഗീയ പാർട്ടികളെ എന്തിനു കൂട്ടുപിടിക്കുന്നു? മതവും രാഷ്ട്രീയവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. 2 കൂട്ടരും അഴിമതിയുടെ ദുർഗന്ധം ചുമന്നു നടക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മതനിരപേക്ഷത എന്താണെന്നാണ് ചോദ്യം. ആ ചോദ്യം അല്പം കൗതുകകരമായ ചോദ്യമാണ്. വിശദീകരിക്കാൻ കഴിയുമോ ഈ ചർച്ചയിൽ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു പാർട്ടി നടപ്പിലാക്കുന്ന നയങ്ങൾ, അതിനോട് എടുക്കുന്ന സമീപനങ്ങളുമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ വയ്ക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ജസ്റ്റിസ് ടു ഓൾ, അപ്പീസ്മെന്റ് ഓഫ് നൺ എന്നുള്ളതാണ്. ആരോടുമില്ല പ്രീണനം, ഏവർക്കും തുല്യനീതി. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നയം. ആരോടെങ്കിലും പ്രീണനം നടത്തി ഏതെങ്കിലും മതങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് മറ്റുള്ള മതങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ നയം. എല്ലാവർക്കും തുല്യനീതി പ്രദാനം ചെയ്യുന്ന ഒരു നയമാണ്. എന്തുകൊണ്ട് BJP ഭരിച്ച സമയത്ത് മുസ്ലിങ്ങളെ നയത്തിൽ നിന്ന് വ്യതിചലിക്കത്തക്ക രീതിയിൽ അവർക്ക് ഹജ്ജ് തീർത്ഥാടനത്തിന് സബ്സിഡി അനുവദിച്ചത് എന്തുകൊണ്ട്? അതിന് ഉത്തരം പറയണം. സബ്സിഡി അനുവദിച്ചത്, അത് നിലവിൽ ഇരുന്ന സബ്സിഡി, ഭാരതീയ ജനതാ പാർട്ടി മുൻ സർക്കാരുകളുടെ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന സബ്സിഡി അതേപടി തുടരുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ചെയ്തത്. ഒരു സർക്കാർ എന്ന് പറയുന്നത് തൊട്ടടുത്ത് മുമ്പ് വരുന്ന സർക്കാരിൻ്റെ തുടർച്ചയാണ്. അതിൻ്റെ ജനദ്രോഹകരമല്ലാത്ത മുഴുവൻ നടപടികളും ആ സർക്കാരുകൾക്ക് തുടരേണ്ടി വരും. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ജനസമ്പർക്കം എന്ന് പറയുന്നത് വ്യക്തമായ ഒരു തട്ടിപ്പ് തന്നെയാണ്. അത് ഒറ്റ നിമിഷം കൊണ്ട് വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങാതെ പൈസ കിട്ടി എന്ന് പറയുന്നത് ബഹുമാന്യനായ അവതാരകനും അതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ്. ഈ അപേക്ഷകൾ മുഴുവൻ ഇപ്പോൾ ഇവിടെയുള്ള മുഴുവൻ വില്ലേജ് ഓഫീസുകളിലും പരിശോധനയ്ക്ക് വേണ്ടി കെട്ടിക്കിടക്കുകയാണ്. അവർ പരിശോധിച്ച് റിപ്പോർട്ടുകൾ കൊടുത്തതിന് ശേഷം മാത്രമേ ആ പൈസ കിട്ടുകയുള്ളൂ. അതൊന്നുമല്ല അതിൻ്റെ യഥാർത്ഥമായ കാര്യം. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ബഹുമാന്യനായ റോയി കെ പൗലോസിനോട് ചോദിക്കുന്നു, ഇടുക്കിയിൽ നടന്ന, തൊടുപുഴയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ പൈസ അനുവദിച്ചവരുടെ പേരും അഡ്രസ്സും ലിസ്റ്റ് സഹിതം പ്രസിദ്ധീകരിക്കുവാൻ കോൺഗ്രസ് തയ്യാറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഖ്യമന്ത്രി നൽകിയ സമ്പാദ്യ വിതരണം മാത്രമായിരുന്നു എന്ന് വ്യക്തമാവും. ഞാനൊരു വില്ലേജ് ഓഫീസിൽ ചെന്ന സമയത്ത് എനിക്കുണ്ടായൊരു അനുഭവം പറയാം. ഒരു അപേക്ഷ എടുത്തിട്ട് വില്ലേജ് ഓഫീസിൽ പറയുക 50,000 രൂപ അനുവദിച്ചിട്ടുണ്ടല്ലോ, ഈ ആൾ ആരാന്ന്. ഞാനപ്പം അതെടുത്ത് നോക്കി. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്, അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. 50,000 രൂപ അനുവദിച്ചു. അപ്പോൾ ഞാൻ സംശയം കൊണ്ട് ആ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചപ്പോഴാണ് ഇതിൻ്റെ അകത്ത് പൊള്ളത്തരം നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത്. ഇത് കോൺഗ്രസ്സുകാരുടെ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് പണം വിതരണം ചെയ്യുവാനുള്ള തട്ടിപ്പ് മാത്രമാണ്.